എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കോളേജിലേക്ക് പോണ കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിലുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇറങ്ങാണ്. ഇന്നാണെങ്കിൽ ഒരു സെമിനാർ പ്രസൻറ്റേഷനൊക്കെ ഉണ്ട്, അതൊരു എക്സാമാണ്. അങ്ങനെ അപ്പോൾ BEdൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു എക്സാമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 6:30 തന്നെ ഭക്ഷണം കഴിച്ചിട്ട് അത് കഴിഞ്ഞ് അപ്പം തന്നെ ഇറങ്ങും. പിന്നെ ചേട്ടനാണ് എനിക്ക് ബസ് സ്റ്റോപ്പ് വരെ ആക്കി തരും. ഒരു 10 മിനിറ്റ് ബസ് സ്റ്റോപ്പിലേക്ക് ഉണ്ട്. അപ്പോൾ ഒരു 6:50 ഞാൻ ബസ് കയറും കേട്ടോ. എന്നിട്ട് തൃശ്ശൂർക്ക് പോവും. തൃശ്ശൂരിൽ നിന്ന് പിന്നെ കൊടുങ്ങല്ലൂർക്ക് പോവും. കൊടുങ്ങല്ലൂരിൽ നിന്ന് പിന്നെ പൊയ്യയ്ക്ക് ബസ് കയറും. പിന്നെ പൊയ്യയിൽ നിന്ന് പിന്നെ പുളിപ്പറമ്പിക്ക് ബസ് കയറും. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 9:35 38 ആകുമ്പോൾ കോളേജിലൊക്കെ എത്തും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ യാത്ര എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരം കൂടുതലാണ്. എന്നാലും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പഠിക്കണ കാര്യങ്ങൾ നമ്മുടെ ആവശ്യമായതുകൊണ്ടും പിന്നെ നമ്മുടെ ആഗ്രഹമായതുകൊണ്ട് ഞാൻ മാക്സിമം എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ വർക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാനപ്പോൾ ചിക്കുവിൻ്റെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോണത്. പിന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട്, ഈ സെമിനാറിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ടെൻഷനുണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആയി. പിന്നെ അവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഞാൻ നടക്കുകയാണ് കേട്ടോ. പിന്നെ ബസ്സിലൊന്നും വെച്ചിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ പിന്നെ എടുത്തിട്ടില്ല. പിന്നെ അവിടെ നിന്ന് നടക്കുകയാണ്. പിന്നെ നല്ല ടെൻഷനുണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ റെഡി ആയിട്ടാണ് വന്നത്, സെമിനാർ എടുക്കാനൊക്കെ റെഡി ആയിട്ടാണ് വന്നത്. പക്ഷേ എല്ലാ കുട്ടികളും ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എനിക്കും അതിൻ്റേതായൊരു വല്ലാത്തൊരു ടെൻഷനുണ്ട്. അപ്പോൾ ഞാൻ സാരിയൊക്കെ എടുത്തിട്ടാണ് അന്ന് കോളേജിലേക്ക് പോയത്. ഇപ്പം ഞാൻ സെമിനാറിന് വേണ്ടിയിട്ട് സാരി എടുത്തതൊന്നുമല്ല. വീട്ടിൽ അങ്ങനെ ചുരിദാറുകൾ ഇല്ല നല്ലത്. അപ്പോൾ എല്ലാം എൻ്റെ സ്വന്തം വീട്ടിലാണ് വെച്ചേക്കണത്. അപ്പോൾ ഞാൻ സാരി എടുത്തിട്ട് ഇറങ്ങി. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇൻ്റേണൽ എക്സാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾക്ക് സെമിനാറിന് വേണ്ടിയിട്ട് ഒരു ടൈം തന്നു. പിന്നെ അടുത്ത ദിവസം സെമിനാറായി. പിന്നെ ഇതിന് ശേഷം പിന്നെ മോഡൽ എക്സാമും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കുറേ പ്രൊജക്റ്റ് അല്ല, കുറേ അസൈൻമെൻറ്റും ടാസ്ക്കൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ശരിക്കുള്ള സെം എക്സാം ആവും ചെയ്തു. അപ്പം മൊത്തത്തിൽ നല്ല തിരക്ക് പിടിച്ച ഇങ്ങനെ ടൈറ്റായിട്ടുള്ള ഷെഡ്യൂളാണ്. മൊത്തത്തിൽ BEd എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ച ഇതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ലിഫ്റ്റൊക്കെ ഉണ്ട് ഞങ്ങളുടെ കോളേജിൽ. അപ്പം ഞാൻ ലിഫ്റ്റിലാണ് കേട്ടോ പോണത്. അപ്പോൾ ലിഫ്റ്റിൽ ചെറുതായിട്ട് സ്റ്റക്കായി പോയി. അപ്പം ഞാൻ പേടിച്ച് പോയി, ഇങ്ങനെ സ്റ്റക്കായി ഇവിടെ നിന്ന് പോകുന്നൊക്കെ. അങ്ങനെ ലിഫ്റ്റിൽ കയറി ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ ഹാളുകളൊക്കെ ഓരോന്നിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റാണ് ഓരോ പ്രസൻറ്റേഷനും. 8 മിനിറ്റ് പ്രസൻറ്റേഷനും 2 മിനിറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ചിക്കുവിൻ്റെ ഒരു +2 പ്രാക്ടിക്കൽ റെക്കോർഡ് ഉണ്ട്, അതിലാണ് കേട്ടോ എൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചത്. പിന്നെ PPTയും പിന്നെ ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടൊക്കെ നമ്മൾ കൊടുക്കും. അതൊക്കെ മുമ്പേ തന്നെ സബ്മിറ്റ് ചെയ്യണം. അതിന് ഓരോ ഡേറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ടെൻഷനായി. എനിക്കാണെങ്കിൽ 3 മണിക്കാണ് കേട്ടോ എൻ്റെ പ്രസൻറ്റേഷൻ്റെ ടൈം പറഞ്ഞേക്കണത്. അതൊക്കെ കഴിഞ്ഞ് നന്നായി പ്രസൻറ്റ് ചെയ്തു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും വിശന്നു കേട്ടോ. വീട്ടിലും നമ്മൾ ഇത്രയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ വീട്ടിലെത്തിക്കഴിയുമ്പോൾ ഞാനൊരു 6:30 സമയത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എത്തിക്കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കാറ്. അങ്ങനെ ദോശയും പിന്നെ മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ദോശയും മട്ടനും കഴിച്ചിട്ട് പിന്നെ വേറെ ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ. എനിക്ക് അങ്ങനെ പിന്നെ വിശക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രി 9 മണി 9:30 ഇപ്പോൾ ചിക്കു ചോറുണ്ണായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ചിക്കുൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ കഴിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ അടുത്ത ദിവസം തലക്ക് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉലുവ കുറച്ച് 2 ടീസ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫോണിലൊക്കെ വീഡിയോ കോമഡിയൊക്കെ കണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം.